ഇവിടെ AP സുന്നി പ്രതിനിധി ഫസ്റ്റ് ചെയ്ത വളരെ മ്ലേച്ഛമായൊരു പണിയുണ്ട്. വളരെ വളരെ മ്ലേച്ഛമായ എൻ്റെ പ്രസംഗത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ മാറ്റി വെച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ച് എന്നെ വളരെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിലെ ആകെ തുകയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ എന്നെ ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഇതെന്താ അത് മനസ്സിലാകണില്ലല്ലോ എന്ന് ചോദിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ ശരിക്കും ഒന്ന് കേൾക്കണം. 6ാമത്തെ ക്ലിപ്പ്, സഖാഫിയുടെ 6ാമത്തെ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഒരു പ്രസംഗം അയാൾ നടത്തിയാൽ ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ ആകത്തുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമുദായത്തിന് ബാക്കി കിട്ടിയ അതിന്റെ സത്ത നിങ്ങൾക്കൊരു മിനിറ്റ് കൊണ്ട് കേൾക്കാം. അപ്പൊ ഇതാണ് അയാളൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഇവിടെ മതം പറഞ്ഞു പോയിട്ട് അതൊക്കെ ശ്രദ്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന്റെ ബാക്കിയായി വന്നൊരു സാധനം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പണി സമസ്തക്കാരെ കൊണ്ട് ചെയ്യുന്ന ഏക വൃത്തികെട്ടവൻ ഓനാണ്. മനസ്സിലായിക്കൂടെ? ഓൻ ചെയ്ത പണിയാണത്, ഓൻ ചെയ്യിപ്പിച്ച പണിയാണത്. മനസ്സിലാക്കണം. ഓനിപ്പോ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഓനിത് മാത്രമേ ഉള്ളൂ. സ്വതന്ത്രമായ ദേവത്വോ പ്രസംഗോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഉപകാരമുള്ള ഒരു പ്രവൃത്തി ഒന്നുമില്ല. അങ്ങനെ നടക്കുക, എന്നിട്ട് അതിന്റെ പൈസയും വാങ്ങി മിണുങ്ങുക, എന്നിട്ട് മുജാഹിദുകളെ ആരാണ്ട് തിന്നുന്നവരാന്ന് വിളിച്ചു പറയാ. എന്ത് വലിയ തട്ടിപ്പ് അവിടെ ചെയ്ത്. ഞാനൊരു വലിയ കാര്യം പഠിപ്പിക്കായിരുന്നു ഈ സദസ്സിനെ. കഴിഞ്ഞ 21-ന് കേട്ടവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇങ്ങനൊക്കെ തൊലിക്കെട്ടി ഉണ്ടാവുമോ? ഉണ്ടാവും. ഈ തൊലിക്കെട്ടി മുഖത്തേക്കട് നോക്കിയാൽ ബോധ്യപ്പെടും നിങ്ങൾക്ക്. ഇനി അതിന്റെ പൂർണ്ണ രൂപങ്ങളൊന്ന് കേട്ടോളൂ. ഈ ലോകഗുരു ലോകത്തോട് വിട പറയുമ്പോൾ അതിനെ അത്ഭുതപ്പെടുത്തുകയാണ്. അദ്ദേഹം അല്ലാഹുവോട് പറയുന്നത് അറിയോ? അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തുജിൽ ഖബരി ഈദ. എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേ എന്നാണ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തക്കാരനാണെങ്കിൽ പറയേണ്ടത് എന്താ? ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ഉറൂസ് എന്റെ കബറിടത്തിൽ നടക്കണേ. ഞാൻ ചെറിയൊരു ആവിഷ്കാരം ശ്രദ്ധിക്കേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമസ്തയാണെന്ന് വിചാരിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമസ്തക്കാരാണെന്ന് വിചാരിക്കാം. അങ്ങനെ മസ്ജിദ് നബവിയിലെ 1ാമത്തെ ഉറൂസ്, നബിയുടെ മരണശേഷം ഒന്ന് ശ്രദ്ധിച്ചോ, കണ്ടോ, 1ാമത്തെ ഉറൂസ് ഇറക്കിയത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആനപ്പുറത്ത് അമീറുൽ മുഅ്മിനീൻ, അപ്പുറത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല തോട്ടിയൊക്കെ ആയിട്ട് ആനന്റെ കൂടെ. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ട് ഉസ്മാൻ ഖാൻ തൊട്ടിപ്പുറത്ത് ഈമാനുള്ള ഒരു സമൂഹം ഇത് ചെയ്തോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കബറിടത്തിൽ ഇന്നും ഉറൂസില്ലതോ? ഞങ്ങളുടെ കൈകളിൽ അല്ലാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. സെൽഫികളുടെ കൈകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തു. നിങ്ങളുടെ കൈകളിൽ സംസമിന്റെ ഉത്തരവാദിത്തം തന്നില്ല, കാബത്തിന്റെ ഉത്തരവാദിത്തം തന്നില്ല, മസ്ജിദ് നബവിയുടെ ഉത്തരവാദിത്തം തന്നില്ല. കണ്ടോ സഹോദര, നിങ്ങൾ കണ്ടോ? ഈ പരാമർശത്തെയാണ് 1 മിനിറ്റ് കൊണ്ട് കണ്ടോളൂ എന്ന് പറഞ്ഞ് ഇവനിട്ടത്. തുടക്കത്തിൽ തന്നെ ഓന്റെ സംസ്കാരം ഇനി നിങ്ങൾ മനസ്സിലാക്കണില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് വർത്താനില്ല. അലൈസ മിൻകുർ റജുലുർ റശീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരാളെങ്കിലും ഇല്ലേ? പരിശുദ്ധ റമദാനിലേക്ക് പോണ് പശ്ചാത്തപിച്ചാളാ. ഓനോടല്ലോ, മനുഷ്യന്മാരോടാ. ഇനി ഇതേപോലെ പണിയെടുക്കുകയാണ്. എന്തൊക്കെ ചെയ്യാറിയോ? ആ പാവം ദാരിമി ഇവിടെ പ്രസംഗിച്ചല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇയാളാക്കണ പോലെ ആക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നറിയോ? ആ പാവം ദാരിമി ഇവിടെ പ്രസംഗിച്ചല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇയാളാക്കണ പോലെ ആക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നറിയോ? അപ്പൊ ദാരിമി പ്രസംഗിച്ച ഒരു പൂർണ്ണ രൂപം, അതിന്റെ ഒരു പൂർണ്ണ രൂപം അയാൾ ശരിക്കും പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. അറിവാഹികളെ സംബന്ധിച്ച് അഭൗതികം. അപ്പൊ നമ്മളെ ആളുകൾക്ക് ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ ഭൗതികം അഭൗതികം ഇതൊക്കെ എന്താണ്? അതൊക്കെ അവരെന്നെ വിശദീകരിക്കണം. ഇതാണ് പൂർണ്ണ രൂപം, ഇതാണ് പൂർണ്ണ രൂപം. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് ഭൗതികം അഭൗതികം. അപ്പൊ അവിടെ പറയാണ് ബൗ ബൗ ബൗ. അതൊരു 10 തവണ ആക്കി എന്തേ തോന്നുള്ളൂ, ഏതോ ഒരു സൃഷ്ടിയുടെ ശബ്ദം. ആ രൂപത്തിലാക്കാൻ ഞങ്ങൾക്ക് ആ പരിപാടിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ആർക്കും കഴിയുന്ന ഒരു കാര്യമാണ്. അതൊരു ശരിയായ ഏർപ്പാടല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനും. ഒരാളും ഇത് കേൾക്കുന്ന ഒരു വഴിയുള്ള ഒരാളും ധാർമ്മികെതിരെ അത് ഉപയോഗിക്കരുത്. കാരണം ധാർമ്മികത ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്തെന്താ? ബൗ ബൗ എന്നുള്ള 3 വട്ടം പറഞ്ഞു. അത്
ഇനി ഈ നീചൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ AP പ്രതിനിധി ഉണ്ടല്ലോ, ഓൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് കേട്ടു നോക്കി. എങ്ങനെയുണ്ട്? ചിന്തിക്ക്, നേരം വെളുക്കുന്നവരെ ചിന്തിക്ക്. ഈമാനുള്ള അതിൻ്റെ ഒരു തരിമ്പുള്ള സമസ്തക്കാരോട് പറയുന്നത് ചെയ്യരുത്. നിങ്ങൾ ഒരാളും ധാർമ്മിയുടെ ഇത് ഇടരുത്. ഞാൻ ഇതെന്തിനറിയാം, ഇതൊന്ന് മനസ്സിലാക്കി തരാനാണ്. പടച്ചോനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്, അത് പടച്ചോനായിട്ട് കിട്ടുന്ന. കാരണം ഞാൻ എത്രയോ ഗൗരവമായിട്ടാണ് ഈ സമുദായത്തിന് വക്കാറത്തുള്ള അബൂബക്കർ സിദ്ദീഖ് ആനപ്പുറത്തെറിയുണ്ടാകുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കി എന്ന് പറയാൻ അതുണ്ടായത്. അവർ ചെണ്ടയും മുട്ടി BP അടിച്ച് നടക്കുകയായിരുന്നു. ആനക്കെന്താ കുഴപ്പം, ചെണ്ടക്കെന്താ കുഴപ്പം ഒക്കെ ചോദിക്കുന്ന അലവി സഖാഫിയാണ്. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി ചെയ്തൊരു പണീനെയാണ്. അതുകൊണ്ട് എനിക്ക് APC-നോടും പറയാനുള്ളത് എന്താ അറിയുള്ളൂ, നിങ്ങൾ ഈ ചെങ്ങായിനെ കൊണ്ടുവന്നിട്ട് എന്തിനാ അങ്ങനെ നാറണതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വല്ലാത്തൊരു ഗതികേടിനാണ് നിങ്ങൾ.